ഹലോ എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർവ്യൂ ആൻഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോർ NTA നെറ്റ്. ഓക്കെ, അതായത് നമ്മൾ എക്സാമിൻ്റെ ഓവർവ്യൂയും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഉള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്കോപ്പ് ആൻഡ് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഫോർ ദ എക്സാം, സെക്കൻഡ് സിലബസ്, തേർഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആൻഡ് നോട്ട് മേക്കിംഗ്, ഫോർത്ത് എക്സാമിൻ്റെ കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് ആയിരിക്കും. ജസ്റ്റ് ഓവർവ്യൂ ഒരു ഐഡിയ തരാനാണ്. നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കോപ്പ്, ക്വാളിഫിക്കേഷൻ ആൻഡ് ക്രൈറ്റീരിയ. അതിന് തന്നെ നമ്മുടെ NTA നെറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്, ഓൺലൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ പി ജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ 55% മാർക്ക് വേണമെന്നാണ്. ഓക്കെ, ഇത് ഈവൻ നിങ്ങൾ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലാസ്റ്റ് സെമ്മിൽ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റ് വിത്തിൻ 2 ഇയേഴ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ മാർക്ക് നമുക്ക് 55 എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എലിജിബിൾ ആവുള്ളൂ. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ 55% മേലെ മാർക്ക് വേണം. പിന്നെ സെക്കൻഡ്, ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിലാണ്. നമ്മൾ എക്സാം ക്വാളിഫൈ കഴിഞ്ഞാൽ ഫസ്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറും പിന്നെ JRF എന്ന് പറഞ്ഞാൽ 2 ലെവലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോ ലെവലിൽ നിന്നും ഓരോ കട്ട് ഓഫാണ് വരുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ നമ്മൾ കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിലെല്ലാം നമുക്ക് എഡോക്ക് ലെവലിൽ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആ സമയത്ത് ആയിന്നല്ല, നമ്മൾ ജസ്റ്റ് എലിജിബിൾ ക്രൈറ്റീരിയ കടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജസിൽ കയറണമെങ്കിൽ നമുക്ക് PhD മാൻഡറ്ററി ആണ്. അത് നമുക്കിപ്പോൾ ജൂൺ 2021 മുതൽ PhD എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ള റൂളാണ്. അപ്പോൾ ഇൻ കേസ് അതല്ലെങ്കിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജസൊക്കെ വാക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും. ഈ JRFൻ്റെ കേസ് വരികയാണെങ്കിൽ തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ 6%ലാണ് നമ്മുടെ 6% സ്റ്റുഡൻസിന് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അതിൽ ഒരു 1% ഇല്ലെങ്കിൽ 2% ആണ് JRF. ആ ഒരു 6%-ന് ഒരു 1 or 2% ആണ് JRFൻ്റെ കട്ട് ഓഫിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ JRFൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IIT, NIT ഇല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും വിത്ത് സ്റ്റൈഫണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് 32,000 നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ SRF ആവും, സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആവും. ഒരു 2,000 to 3,000 നമുക്ക് പിന്നെ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും JRFും ഇങ്ങനെയാണ് ഇതിൻ്റെ ലെവൽസ് വരുന്നത്. ഓക്കെ, ഇതാണ് സ്കോപ്പ്. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ എക്സാമിൻ്റെ സിലബസാണ്. സിലബസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ 2 പേപ്പറാണുള്ളത്. ഒന്ന് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് 50 questions ആണ്. ഈച്ച് ക്യാരി 2 മാർക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേപ്പറിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 100 marks ആണ് വരുന്നത്. ഇതിൽ 10 സബ്ജക്റ്റാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, തേർഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ICT, ഹയർ എഡ്യൂക്കേഷൻ, പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്, ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, റീഡിങ് കോംപ്രഹെൻഷൻ ആൻഡ് DI. ഈ 10 യൂണിറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റിനും 5 questions വരുന്നതാണ് സിലബസിൽ പറയുന്നത്. പിന്നെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UGC സൈറ്റിൽ പോയിട്ട് സിലബസ് ആദ്യം ഡൗൺലോഡ് ചെയ്യാം. പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും സിലബസ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അത് മാൻഡറ്ററി ആണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയുന്നത് ഫസ്റ്റ് പേപ്പറിൽ ഓരോ യൂണിറ്റിനും 5 questions വരുന്നതാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് അതിൽ സെക്കൻഡ് പേപ്പറിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ സെക്കൻഡ് പേപ്പറിൽ നമ്മുടെ ഓരോ പേപ്പർ 10 മാത്രമല്ല ഉള്ളത്, 10ൻ്റെ മേലെയാണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, പക്ഷേ ഫസ്റ്റ് പേപ്പറിൻ്റെ കേസിൽ വരികയാണെങ്കിൽ 10 യൂണിറ്റാണ്. ഓരോ യൂണിറ്റിനും 5 questions ആണ് വരുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ 1 മുതൽ 6 വരെയുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്
ഫുള്ളി കൺസെപ്ച്വൽ യൂണിറ്റാണ്. കൺസെപ്ച്വൽ ഇല്ലെങ്കിൽ സ്റ്റാറ്റിക് യൂണിറ്റാണ്. ജസ്റ്റ് തിയറിയാണ് വരുന്നത്. ആ തിയറി പഠിക്കുക, അതിൻ്റെ നേരെ ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യുക. പക്ഷേ ഈ LR മുതൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ വരെ ഉള്ളത് കൺസെപ്റ്റ്, അത് എല്ലാവർന്ന് ലോജിക്കൽ റീസണിങ് വരുന്നത് കൺസെപ്റ്റ് പ്ലസ് പ്രാക്ടിക്കലാണ്. കാരണം ലോജിക്കൽ റീസണിങ്ങിനെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്, അത് നേരെ അപ്ലൈ ചെയ്യുക പ്രാക്ടിക്കലാണ്. പക്ഷേ മാത്തമാറ്റിക്കൽ റീഡിങ് ആൻഡ് DIയിൽ ഞാൻ വെക്കുന്നത് പ്രാക്ടിക്കൽ യൂണിറ്റാണ്. കാരണം മാത്തമാറ്റിക്കലും DI നമുക്കറിയാം ഫുൾ പ്രാക്ടിക്കലാണ്. റീഡിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത് സ്റ്റാറ്റിക് അല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ മാറി പോകും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഫിക്സ് അല്ല, അതുകൊണ്ടാണ് പ്രാക്ടിക്കലാക്കി എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യനിങ് വരുന്നത്. യൂണിറ്റ് ഒന്ന് ഫെമിലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതിന് 10 യൂണിറ്റാണ്. നോക്കുക നിങ്ങൾ. പിന്നെ പറയാനുള്ളത് സെക്കൻഡ് പേപ്പറിനെ പറ്റിയിട്ട് പറയുന്നില്ല. കാരണം നിങ്ങൾ സെക്കൻഡ് പേപ്പർ നമുക്ക് +1 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള എല്ലാ സബ്ജക്റ്റും സെക്കൻഡ് പേപ്പറിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. പിന്നെ നെറ്റിലാണ് ഇത്രയും പേപ്പേഴ്സ് വരുന്നത്. ഈവൻ നെറ്റിലേറ്റും പേപ്പേഴ്സ് കുറവാണ്, പക്ഷെ അത് അതിൻ്റെ ടഫ്നെസ് ലെവൽ കുറച്ച് കൂടുതലാണ്. സെക്കൻഡ് പേപ്പറെ പറ്റി പറയുന്നില്ല, കാരണം +1 മുതൽ PG വരെയുള്ള എല്ലാ പേപ്പേഴ്സും വരുന്നുണ്ട്. ഫുൾ കൺസെപ്ച്വൽ നോളജ് അതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വേറെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പറിനെ കുറച്ച് ലാഗ് ചെയ്ത് വെക്കും. കാരണം സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധാരണയാണ്. പക്ഷേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. കാരണം നമ്മൾ നെറ്റോ JRFന് വേണ്ടിയിട്ട് ഫസ്റ്റ് പേപ്പറാണ് ഗെയിം ചേഞ്ചറാണ്. കാരണം എനിക്ക് വന്ന മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പേപ്പർ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ പറയാനുള്ളത് ഫസ്റ്റ് പേപ്പർ ഒന്ന്, ഇപ്പം ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ബാലൻസ് ചെയ്ത് വേണം പഠിക്കാൻ. സെക്കൻഡ് പേപ്പറും ബാലൻസ് ചെയ്യണം, അതായത് രണ്ടിനും ഈക്വൽ ടൈം നിങ്ങൾ കൊടുക്കണം. ഓക്കെ. ഇത്രയാണ് നമ്മൾ സിലബസിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് പോയിന്റ് പ്രിപ്പയർ സ്ട്രാറ്റജി ആൻഡ് നോട്ട് മേക്കിംഗ് ആണ്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നെക്സ്റ്റ് അറ്റംപ്റ്റ് വരുന്നത് നമുക്കിപ്പോൾ കൊറോണ സമയത്ത് ആയതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വിത്തിൻ 2 months കഴിഞ്ഞിട്ട് എന്തായാലും വരുള്ളൂ. ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ വരുന്ന ഇപ്പോൾ നമ്മുടെ ടൈമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് മാക്സിമം PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ. കാരണം നമ്മുടെ കയ്യിൽ ടൈം അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കൺസെപ്റ്റ്സ് നോട്ട് ചെയ്യാം. ഓക്കെ. ആ കൺസെപ്റ്റ്സിന് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. കാരണം ടൈം ഷോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ആദ്യം തന്നെ PYQസിലോട്ട് ഫോക്കസ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന കൺസെപ്റ്റ്. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. അത് ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഡയറക്റ്റ് കിട്ടും. കാരണം കൺസെപ്റ്റ് ആദ്യം നോക്കിയിട്ട് പിന്നെ നമ്മുടെ PYQs നോക്കാൻ നമുക്ക് സമയം കിട്ടില്ല. ഓക്കെ. അതുകൊണ്ടാണ് ആദ്യം PYQs ഫോക്കസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക, അതിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പോയിന്റ് എല്ലാവർക്കും കോമൺ ആണ്, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നോട്ട്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതിലും വേറെ ഏതൊക്കെ സോഴ്സിൽ നിന്ന് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു ഷോർട്ട് കോപ്പി, ഹാൻഡ് റിട്ടൺ കോപ്പിയാണ് ഉദ്ദേശിക്കുന്നത്. അത് എന്തെങ്കിലും മാൻഡറ്ററി ആണ്. കാരണം ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നോട്ട് ഇല്ലാതെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ കിട്ടുന്ന ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് നോളജ് കിട്ടുന്നുണ്ടോ അതിൻ്റെ ഒരു റിട്ടൺ കോപ്പി നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഒരു ഹാൻഡ് റിട്ടൺ കോപ്പി നിങ്ങൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യാം. കാരണം ഇത് എക്സാമിന് പിറ്റേ ദിവസം ഇല്ലെങ്കിൽ 2 ദിവസം മുന്നേ നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഈ ഒരു കോപ്പി വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് വീഡിയോ ലെക്ചേഴ്സും PDF ഒന്നും നമുക്ക് കിട്ടില്ല. നിങ്ങളുടെ ആ നോട്ട്സ് ഒന്നും ആ ടൈം നമുക്ക് സഫിഷ്യൻ്റ് ആയിരിക്കില്ല. നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും, ഇപ്പോൾ സപ്പോസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുക, ഓരോ യൂണിറ്റിൻ്റെ സെപ്പറേറ്റ് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നോട്ട് നിങ്ങൾ ക്യാരി ചെയ്യാം. അതെന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഒരു 2 to 3 A4 പേജ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. മാക്സിമം 3 പേജ് അതിൽ നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കണം.
ആ നോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ലാസ്റ്റ് മൂമെൻറ്റ്സിൽ. ഓക്കെ, പിന്നെ പറയാനുള്ള മോക്ക് ടെസ്റ്റ് കൊടുക്കുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൻ്റെ ഫിയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് മിസ്റ്റേക്സ് വരും, ഇമ്പ്രൂവ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കുറേ കിട്ടും. ഈവൻ അതിൽ നമുക്ക് അൺഅക്കാഡമിയിൽ ഗൈഡപ്പിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതൊക്കെ കൊടുക്കുക. അതിന് വേറെ കുറേ സൈറ്റിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, മാക്സിമം ഫ്രീ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാതെ മാക്സിമം യൂസ് ചെയ്യാം. പിന്നെ റിവിഷൻ, പ്രോപ്പർ റിവിഷൻ. കാരണം റിവിഷനാണ് ഇതിൽ ക്രൂഷ്യലായിട്ട് നിൽക്കുന്നത്. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്തിട്ടും കാര്യം ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റ് കൊടുക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇനി ഈവൻ നിങ്ങൾ മറക്കുന്ന ടോപ്പിക്സിൻ്റെ എന്തെങ്കിലും നിങ്ങൾ ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ വെക്കുമല്ലോ. അപ്പോൾ റിവിഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ മറക്കുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ വീക്ക്ലി ഇല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ റിവൈസ് ചെയ്യാം. പിന്നെ ഇത്രയും കാര്യമാണ്. PYQs, കൺസെപ്റ്റ്, നോട്ട് പ്രിപ്പയർ ചെയ്യുക, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, മോക്ക് ടെസ്റ്റ്, പ്രോപ്പർ റിവിഷൻ. ഈ ടോപ്പിക്സൊക്കെ ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ എക്സാമിൽ കൺസിസ്റ്റൻസിയാണ്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ സെൽഫ് മോട്ടിവേഷനാണ് ബെസ്റ്റ്. സെൽഫ് മോട്ടിവേഷൻ. കാരണം വേറെ ആരും ഒന്നും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യില്ല, നമ്മൾ സ്വയം തന്നെ വിചാരിക്കണം. ഓക്കെ, സെൽഫ് മോട്ടിവേഷൻ മസ്റ്റാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സെൽഫ് മോട്ടിവേഷൻ നമ്മളായിട്ട് നിൽക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സ്ട്രാറ്റജിയിൽ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഞാനൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. PYQs, കൺസെപ്റ്റ്, നോട്ട് മേക്കിംഗ്, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, മോക്ക് ടെസ്റ്റ്, റിവിഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതിൻ്റെ കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. കാരണം ലാസ്റ്റ് 2 or 3 ഇയേഴ്സിൽ വന്ന കട്ട് ഓഫിൻ്റെ കാരണം കട്ട് ഓഫ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് മാക്സിമം ഒരു മിനിമം ഇത്രയെങ്കിലും മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ എലിജിബിൾ ആവുള്ളൂ എന്നുള്ളൊരു ധാരണ മനസ്സിൽ വേണം. ഓക്കെ, അപ്പോൾ ഈ കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയാണ്. ജനറൽ OBC ആണ്. ബാക്കി അതിൻ്റെ അനുസരിച്ച് കുറഞ്ഞുകൊണ്ട് പോകും. ജനറൽ കാറ്റഗറീൻ്റെ നെറ്റിൻ്റെ കട്ട് ഓഫ്, JRFൻ്റെ കട്ട് ഓഫ്, ഇതിൻ്റെ മിനിമം എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ 54.3 ആണ് വന്നത്. പക്ഷേ എപ്പോഴും അതിൻ്റെ കട്ട് ഓഫ് ലാസ്റ്റ് 2 to 3 ഇയേഴ്സ് പോയത് 51 to 55 ആണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഇതിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മിനിമം മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് 156 മിനിമം മാർക്കിൻ്റെ മേലെ നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾ ചാൻസ് ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ട് ഓഫിൻ്റെ ബേസിലാണ് കേട്ടോ പറയുന്നത്. 51 to 52% ഉള്ളിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 156 എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. നിങ്ങൾ എന്തെങ്കിലും 160 മേലെങ്കിലും സ്കോർ ചെയ്യണം. 150 or 160 മേലെ സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് 51 to 55 ഇടയിൽ വരുള്ളൂ. ഓക്കെ, പിന്നെ JRFൻ്റെ എന്ന് പറയുന്നത് JRFും നെറ്റിലും വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 8% വ്യത്യാസമാണ് വരുന്നത്. 8% എന്ന് പറയുന്നത് 24 മാർക്കാണ്. 24 മാർക്കാണ് വരുന്നത് 8%. അതായത് അതിങ്ങനെ വന്നതെന്ന് വെച്ചാൽ 24/3 ചെയ്താൽ മതി 8%. ഓക്കെ, പിന്നെ അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 55 എടുക്കുകയാണെങ്കിൽ മാക്സിമം എടുക്കുകയാണെങ്കിൽ 63 എടുക്കാം. ജസ്റ്റ് കാരണം ലാസ്റ്റ് ഇയർ 63 ആണ് വന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 62 to 65 അങ്ങനെയാണ് വരുന്നത്. ഇതിന് ഇൻ ബിറ്റ്വീനാണ് വരുന്നത്. ലാസ്റ്റ് ഇയർ വന്നത് 63.4 ആണ് എൻ്റെ ഓർമ്മ, അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മിനിമം മാർക്ക് എന്ന് പറയുന്നത് JRFൻ്റെ പറയുന്നത് ഒരു 190 എടുക്കണം. 190 എടുക്കണമെങ്കിൽ 190/3 എടുത്തതിന് എത്ര വരും? 63.4 വരും. അത് ഇതിൻ്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത്. 62 ആണെങ്കിൽ അതിലും കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻലി എക്സാമിൻ്റെ എത്ര സ്റ്റുഡൻസ് എക്സാമിന് രജിസ്റ്റർ ചെയ്തു, പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് എത്ര കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തു, പിന്നെ എക്സാമിൻ്റെ ടഫ്നെസ്. ഓക്കെ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അവർ നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ വേണം എത്ര മാർക്ക് കിട്ടിയാലെങ്കിലും നമുക്ക് എലിജിബിൾ ആവുള്ളൂ. ഇതാണ് ജനറൽ
ജനറലിൻ്റെ പറഞ്ഞത്. ഒ ബി സിൻ്റെ വരുന്നത് നെറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 46 to 49 ഇൻ ബിറ്റ്വീൻ ഇതിലാണ് വരാറ്. ഓക്കെ, ഇപ്പോൾ 46-ൻ്റെങ്കിലും മിനിമം നമ്മൾ മാർക്ക് ഒരു 140 മാർക്കെങ്കിലും നമ്മൾ സ്കോർ ചെയ്യണം. 140-ൻ്റെ മേലെ സ്കോർ ചെയ്താൽ മാത്രമേ നെറ്റ് എലിജിബിൾ ആവുള്ളൂ. ഓക്കെ, JRF ആണ് അതിൻ്റെയും കുറച്ച് 57 വന്നത് ലാസ്റ്റ് 57. ഓക്കെ, 57 ആണെങ്കിൽ നമുക്കൊരു 172 അല്ലെങ്കിൽ 174 മാർക്കെങ്കിലും സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമേ JRFന് എലിജിബിൾ ആവുള്ളൂ. ഇതാണ് ഒ ബി സിയും ജനറൽ കാറ്റഗറിയും പറഞ്ഞത്. ഇതിലും താഴെയാണ് SC ST ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്മൾ ഏതാണെന്ന് നോക്കുക, അതിൻ്റെ അനുസരിച്ച് അതിന് മിനിമം മാർക്കിൽ സ്കോർ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കട്ട് ഓഫ് ഞാൻ പറഞ്ഞത് ഇത് സ്റ്റാറ്റിക് അല്ല, ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു മാർക്കിൻ്റെ ബേസിൽ മാത്രം നിങ്ങൾ പഠിക്കരുത്, ജസ്റ്റ് ഒരു എക്സംഷൻ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇതാണ് കട്ട് ഓഫ്. ഓക്കെ, കട്ട് ഓഫ് ആയി, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, നോട്ട് മേക്കിംഗ് ആയി, സിലബസ് ആയി, സ്പോക്കൺ ക്വാളിഫിക്കേഷൻ. ഈ വീഡിയോയിൽ ഞാൻ ഇത്ര ഫോക്കസ് ചെയ്തത് ഈ ഒരു തീരെ നമുക്കൊരു ധാരണ ഉണ്ടാവില്ല ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. എനിക്കും ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ വേണം പ്രിപ്പയർ ചെയ്യുമ്പോൾ. എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചുമ്പോൾ ഇനിയിപ്പോൾ അപ്കമിങ് വീഡിയോസിൽ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും സൈമിൾട്ടേനിയസ്ലി ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതൊന്നും നോട്ട് ചെയ്യുക. ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഓൾട്ടർനേറ്റ് വീഡിയോസായിട്ട് അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ കാരണം സെക്കൻഡ് പേപ്പറിൻ്റെ വീഡിയോസ് ചോദിച്ചിരുന്നു കുറച്ച് കുട്ടികൾ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസ് അപ്കമിങ്സ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.